അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ വിശേഷം? ഞാൻ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് ഇന്ന് ചന്ദ്രികയിൽ നിരീക്ഷണം പേജിൽ ബാറ്റൻ അമേരിക്കക്ക് കൈമാറുമ്പോൾ എന്ന തലക്കെട്ടിൽ റംഷാദ് KPയുടെ ഒരു ലേഖനമുണ്ട്. നമ്മളെ ഇപ്പോഴത്തെ ഈ ഒരു ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഇഷ്യൂസ് നടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലേഖനമാണ്. അത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. റംഷാദ് KP എഴുതിയിട്ടുള്ള ലേഖനം ബാറ്റൻ അമേരിക്കക്ക് കൈമാറുമ്പോൾ എന്ന തലക്കെട്ടിലാണ്. ഇറാനിലെ തങ്ങളുടെ കണക്കുകൂട്ടൽ അക്ഷരാർത്ഥത്തിൽ പിഴച്ചിരിക്കുന്നുവെന്ന ഇസ്രായേലിൻ്റെ തുറന്നു പറച്ചിലാണ് ഇറാൻ്റെ ആണവ നിലയങ്ങൾക്കുള്ള അമേരിക്കയുടെ ആക്രമണം. യുദ്ധം അമേരിക്കയെ ഏൽപ്പിച്ച് താൽക്കാലികമായി പിൻവാങ്ങാനുള്ള അവസരം ഒരുക്കാനുള്ള ഇസ്രായേലിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായാണ് ട്രംപിൻ്റെ ഇടപെടലുണ്ടായിരിക്കുന്നത്. ആക്രമണത്തിന് ഉടൻ തന്നെ അമേരിക്ക ലക്ഷ്യം തേടിയതായി അദ്ദേഹം പ്രഖ്യാപിക്കുകയും ഇറാനോട് യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തത് ഇതിൻ്റെ ഭാഗമാണ്. ഇറാനിലെ രാഷ്ട്രീയ സൈനിക സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ജൂതന്മാർ അമ്പെ പരാജയപ്പെടുകയായിരുന്നു. അമേരിക്കൻ പിന്തുണയോടെ തലസ്ഥാനമായ ടെഹ്റാനിൽ പാശ്ചാത്യ അനുകൂല ഭരണകൂടം സ്ഥാപിച്ചാൽ പോലും ഇറാൻ്റെ വിശദമായ ഭൂപ്രദേശത്ത് സ്ഥിരത ഉറപ്പിക്കാൻ കഴിയുമോ എന്നത് അത്യന്തം സംശയാസ്പദമാണ്. അമേരിക്കയ്ക്ക് ഇസ്രായേലിന് നൽകാൻ കഴിയുന്ന പിന്തുണ പ്രധാനമായും വ്യോമാക്രമണത്തിൽ ഒതുങ്ങും. കരസേനയെ ഉപയോഗിച്ച് ഇറാൻ പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ അമേരിക്കയ്ക്ക് വലിയ നഷ്ടങ്ങൾ തന്നെ നേരിടേണ്ടി വരും. ഇസ്രായേൽ യുദ്ധരംഗത്തിൽ നിന്ന് മാറി നിൽക്കുകയും അമേരിക്കൻ പിന്തുണയോടെ ഇറാഖിലും അഫ്ഗാനിലും ചെയ്തതുപോലെ വ്യത്യസ്ത വംശീയ ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് ഭരണമാറ്റം സ്ഥാപിക്കാൻ ശ്രമിച്ചാലും യമനിലെ ഹൂതികൾക്ക് സമാനമായി ഷിയ ഇസ്ലാമിക വിപ്ലവ സേന തന്നെ ഇറാനിലെ ബഹുഭൂരിഭാഗം വരുന്ന പേർഷ്യൻ ഹൃദയഭൂമിയിൽ ആധിപത്യം പുലർത്തും. കൂടാതെ ഇത്തരമൊരു സാഹചര്യം സിറിയൻ ഗോലൻ മലനിരകളിൽ മുതൽ ഇറാനിലെയും അഫ്ഗാനിലെയും ഖൊറസാൻ പ്രദേശങ്ങൾ കടന്ന് ഹിന്ദുക്കുഷ് വരെ നീണ്ടുകിടക്കുന്ന വിശാലവും അസ്ഥിരവുമായ ഒരു കോറിഡോർ രൂപപ്പെടാനും കാരണമാകും. ഇത്രയും വിപുലമായ പ്രദേശം കൈവശം വെക്കാനും അതിന് സ്ഥിരത നൽകാനും ഇസ്രായേലിനോ അമേരിക്കക്കോ താൽപ്പര്യമോ ശേഷിയോ ഇല്ല. ഇന്നത്തെ സാഹചര്യത്തിൽ അമേരിക്കയുടെ കൂടുതൽ ഇടപെടൽ ഉണ്ടാകാമെങ്കിലും ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിനായി നികുതിദായകരുടെ പണം പാഴാക്കാൻ അവിടുത്തെ ജനതയോ ട്രംപ് അനുകൂലികളോ താൽപ്പര്യപ്പെടുകയില്ല. സൈനിക സാമ്പത്തിക രംഗത്തെ ചൈനയിൽ നിന്ന് വലിയ വെല്ലുവിളി നേരിടുമ്പോൾ ഇറാൻ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നത് അമേരിക്കയ്ക്ക് ദോഷം ചെയ്യും. മാത്രമല്ല, ഇറാനിലെ അസ്ഥിര മേഖലയിൽ റഷ്യ അടക്കമുള്ള രാഷ്ട്രങ്ങളുടെ ഇടപെടലിന് അനുകൂലമായ സാഹചര്യവും സൃഷ്ടിക്കും. യുക്രൈൻ റഷ്യയിൽ നടത്തിയ സ്പൈഡർ വെബ് ഡ്രോൺ ആക്രമണവും ശേഷം ദിവസങ്ങൾക്കകം അതേ മാതൃകയിൽ ഇറാനിയൻ സൈനിക നേതൃത്വത്തെയും ആണവശാസ്ത്രജ്ഞരെയും കൊലപ്പെടുത്താൻ ഇറാനിൽ വെച്ച് നടത്തിയ അമേരിക്കൻ ഡ്രോൺ ആക്രമണങ്ങളുടെയും
ഇറാനിൽ വെച്ച് തന്നെ നടത്തിയ ഇസ്രായേലി ഡ്രോൺ ആക്രമണങ്ങളുടെയും രീതി സമാനമാണ്. ഇത് പരിശോധിച്ചാൽ തന്നെ ആക്രമണത്തിന് പിന്നിലുള്ള ബുദ്ധികേന്ദ്രം ഏതെന്ന് റഷ്യക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇറാൻ്റെ വിപ്ലവ സേനയ്ക്ക് ആവശ്യമായ സഹായങ്ങൾ റഷ്യയിൽ നിന്ന് കാസ്പിയൻ കടൽ വഴിയും ചൈനയിൽ നിന്ന് അഫ്ഗാൻ അതിർത്തി വഴിയും എത്തിത്തുടങ്ങിയാൽ ഇസ്രായേലിനോ പാശ്ചാത്യ അനുകൂല സർക്കാരിനോ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇറാൻ യുദ്ധത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്ത്രപരമായി പിൻവലിയാനുള്ള അമേരിക്കൻ തന്ത്രങ്ങളുടെ ഭാഗമായാണ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ശക്തമായ അമേരിക്ക-പാകിസ്ഥാൻ ബന്ധത്തെ കാണാൻ സാധിക്കുന്നത്. ഇറാൻ അസ്ഥിരമായിരിക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവും ഇറാനിലെ സുന്നി ഭൂരിപക്ഷ പ്രദേശമായ സിസ്താൻബുൾ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാനോ നിയന്ത്രണം സ്ഥാപിക്കാനോ നേരിട്ട് ഇടപെടാൻ പാകിസ്ഥാൻ മടി കാണിക്കുന്ന പക്ഷം പ്രസിഡന്റ് ട്രംപ് താലിബാനുമായി പോലും ഡീലുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ചാബഹാർ തുറമുഖം അഫ്ഗാൻ നിയന്ത്രണത്തിലാക്കിയാൽ അഫ്ഗാനിൽ താലിബാന് വലിയ പിന്തുണ ലഭിക്കും. ഇത് അഫ്ഗാനുമേൽ പാകിസ്ഥാനുണ്ടാവുന്ന ആധിപത്യം നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് ട്രംപിൻ്റെ ബലൂചിസ്ഥാൻ ഓഫർ അംഗീകരിക്കേണ്ടി വരും. പേർഷ്യൻ ഗൾഫിലും ഗൾഫ് ഓഫ് ഒമാനിലും പാകിസ്ഥാനെ ഉപയോഗിച്ച് സുരക്ഷ ഉറപ്പിക്കാൻ അമേരിക്ക ശ്രമിക്കും. ഇറാൻ യുദ്ധത്തിലേക്ക് പാകിസ്ഥാനെ കൊണ്ടുവന്നാൽ ചൈനയെയും റഷ്യയെയും രണ്ട് ചേരികളിലാക്കി മാറ്റി നിർത്താൻ അമേരിക്കയ്ക്ക് സാധിക്കും. യഥാർത്ഥത്തിൽ പാക് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ അമേരിക്ക ഒരുക്കിയ കെണിയിൽ അകപ്പെട്ടു കഴിഞ്ഞു. അമേരിക്കയ്ക്ക് പിന്തുണ നൽകാത്ത പക്ഷം പാകിസ്ഥാനിലും ഇറാനിലുമുള്ള സുന്നി ബലൂചിസ്ഥാൻ വിഘടനവാദ ഗ്രൂപ്പുകളെ നേരിട്ട് അമേരിക്ക സഹായിക്കാനാണ് സാധ്യത. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ തകർന്നതുകൊണ്ട് ഇന്ത്യക്ക് യാതൊരു നേട്ടവും കിട്ടാനില്ല എന്ന് മാത്രമല്ല, രാഷ്ട്രീയ സാമ്പത്തിക രംഗത്ത് നഷ്ടം വരാൻ സാധ്യതയുണ്ട്. പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ അനുകൂല സർക്കാരുകൾ ഇന്ത്യക്ക് അനുകൂലമാകുമെന്ന് കരുതുന്നത് അബദ്ധമാണ്. അങ്ങനെയെങ്കിൽ അസർബൈജാനും ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പുള്ള ഷാ ഭരണകൂടവും ഇന്ത്യൻ അനുകൂല നിലപാടായിരുന്നു എടുക്കേണ്ടത്. എന്നാൽ അത്തരം ഭരണകൂടങ്ങൾ പാക് അനുകൂല നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇറാൻ അസ്ഥിരമാകുമ്പോൾ ഇന്ത്യയിലേക്ക് എണ്ണ വരുന്ന പേർഷ്യൻ കടലിടുക്കിൽ പാകിസ്ഥാന് സ്വാധീനം വർദ്ധിക്കുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. ചാബഹാർ പോർട്ടിൽ നിന്ന് തുടങ്ങി റഷ്യയിലെത്തുന്ന ഇൻ്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ INSTC പദ്ധതി ഇന്ത്യക്ക് നഷ്ടപ്പെടും. റഷ്യയിലേക്കും മധ്യേഷ്യയിലേക്കുമുള്ള ഇന്ത്യക്കുള്ള എളുപ്പമാർഗം തടയുകയും ചെയ്യും. റഷ്യയുമായുള്ള വ്യാപാരം തുർക്കി വഴി നടത്തേണ്ടി വരും. പാകിസ്ഥാൻ വ്യോമപാത അടച്ചതിനോടൊപ്പം ഇറാനിയൻ വ്യോമപാത കൂടി അടച്ചത് ഇന്ത്യൻ വ്യോമയാന കമ്പനികളെ ഇപ്പോൾ തന്നെ തളർത്തുന്നുണ്ട്. യുദ്ധം അമേരിക്കയെ ഏൽപ്പിച്ച് താൽക്കാലികമായി പിൻവാങ്ങാനുള്ള അവസരം ഒരുക്കാനുള്ള ഇസ്രായേലിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇറാനിൽ ട്രംപിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നത്. ആക്രമണത്തിന് തൊട്ടു പിന്നാലെ അമേരിക്ക ലക്ഷ്യം നേടിയതായി അദ്ദേഹം പ്രഖ്യാപിക്കുകയും ഇറാനോട് യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തത് ഇതിൻ്റെ ഭാഗമാണ്. വ്യക്തമായി തന്നെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട റംഷാദ് KP ഇന്നത്തെ നിരീക്ഷണം പേജിൽ ബാറ്റൺ അമേരിക്കയ്ക്ക് കൈമാറുമ്പോൾ എന്ന തലക്കെട്ടിൽ അദ്ദേഹം എഴുതിയ ലേഖനം
ഇന്നത്തെ ചന്ദ്രികയിൽ വന്ന ലേഖനം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. ഇന്നത്തെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലേഖനമാണ്. അപ്പോൾ എല്ലാവരും ഇത് കേൾക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.